ഇന്ന് പാകിസ്ഥാൻ തോറ്റപ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഇന്ത്യ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുപോലെ പാകിസ്ഥാൻ പുറത്തായിരിക്കുകയാണ്. ഇന്ത്യക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചാമ്പ്യൻഷിപ്പിന്റെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. 2 ഗ്രൂപ്പുകളായിട്ടാണ് ചാമ്പ്യൻസ് ട്രോഫി കളിക്കുന്നത്. ഒരു ഗ്രൂപ്പിൽ 4 പേരുണ്ട്. എ ഗ്രൂപ്പിലാണ് ഇന്ത്യ, ന്യൂസിലാൻഡ്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ബി ഗ്രൂപ്പിൽ സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, അഫ്ഗാനിസ്ഥാൻ. നിലവിൽ ഗ്രൂപ്പ് ബി എടുത്താൽ അവിടെ 1-ാം സ്ഥാനത്ത് സൗത്ത് ആഫ്രിക്കയുണ്ട്. അവർക്ക് 2 പോയിന്റ് ഉണ്ട്. അതേസമയം ഓസ്ട്രേലിയ 2-ാം സ്ഥാനത്താണ്. അവർക്ക് 2 പോയിന്റാണുള്ളത്. 2 ടീമുകളും ഓരോ മാച്ച് കളിച്ചിട്ടുണ്ട്. ഇതേസമയം ഇംഗ്ലണ്ട് ആകട്ടെ ഒരു മാച്ചിൽ തോറ്റിരിക്കുകയാണ്. അതുപോലെ അഫ്ഗാനിസ്ഥാനും. നിലവിലെ അവസ്ഥ വെച്ച് ഗ്രൂപ്പ് ബിയിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും കയറിയേക്കും. ഇനി ഇന്ത്യയുടെ ഗ്രൂപ്പിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിലവിൽ ഇന്ത്യ 1-ാം സ്ഥാനത്താണ്. കളിച്ച 2 മാച്ചിലും ജയിച്ച് ഇന്ത്യക്ക് 4 പോയിന്റ് ഉണ്ട്. ഒരു ടീമിന് ആകെ കൂടി 3 മാച്ച് മാത്രമേ ഉള്ളൂ. നിലവിൽ ഇന്ത്യയുടെ 2 കളി കഴിഞ്ഞു. ഇനി ഇന്ത്യക്ക് ഒരു മാച്ച് മാത്രമേ ബാക്കിയുള്ളൂ. ഇതേസമയം പാകിസ്ഥാന്റെ 2 മാച്ചിലും 2 പാകിസ്ഥാൻ തോറ്റിരിക്കുകയാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ഒഫീഷ്യലായിട്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. അതുപോലെ ബംഗ്ലാദേശും പുറത്താകലിന്റെ വക്കിലാണ്. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യയും ന്യൂസിലൻഡുമായിരിക്കും സെമി ഫൈനലിലേക്ക് എത്തുന്നത്. ഇന്ന് പാകിസ്ഥാന് നിർണായകമായിരുന്നു. ഇന്ത്യക്കെതിരെ ജയിക്കാൻ അവർക്ക് സാധിച്ചില്ല. വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ച് പാകിസ്ഥാന്റെ നടുവൊടിച്ചു. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. പാകിസ്ഥാൻ അങ്ങനെ പുറത്തായിരിക്കുകയാണ്. ഇപ്രാവശ്യം ഇന്ത്യ 2 കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ഇനി ഇന്ത്യക്ക് സെമി ഫൈനൽ. ഈ 2 ജയിച്ചാൽ ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കാം. ധോണിക്ക് ശേഷം രോഹിത് ശർമ്മ ആ നേട്ടത്തിലേക്ക് എത്തും. കോഹ്ലി തിരിച്ച് ഫോമിലേക്ക് എത്തിയതിൽ ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. പാകിസ്ഥാനെ ഇങ്ങനെ തിരിച്ചടി നേരിടുമെന്ന് ആരും കരുതിയില്ല. പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ നാണം കെട്ടു. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.